യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിലും ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത മനോഭാവങ്ങളും ചിന്താരീതികളും ഉള്ളവരാണ് എന്ന് നമുക്കറിയാം. സ്വഭാവനത്തിൽ ഈശോയെ സ്വീകരിച്ചപ്പോൾ മറിയവും മർത്തായും അവരുടേതായ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ, വ്യത്യസ്ത മനോഭാവങ്ങളിലാണ് പെരുമാറിയത്. അത് അവരുടെ മനസ്സാക്ഷിയിൽ അവർക്ക് തോന്നുന്നത് അവർക്ക് ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും മറിയം അങ്ങനെ തനിക്ക് തോന്നിയ ആ ഭാഗം, അതായത് ഈശോയുടെ കൂടെ ഇരിക്കുക, അവിടുത്തെ ശ്രവിക്കുക എന്നുള്ളത് തിരഞ്ഞെടുത്തു. അതിൽ മുഴുകി മുന്നോട്ട് പോയപ്പോൾ അത് നല്ല ഭാഗമായി മാറി. മർത്തയാകട്ടെ ഈശോയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവളുടെ മനോഭാവത്തിൽ വന്ന ആഗ്രഹം. അവളുടെ പ്രവർത്തന രീതി, ശൈലി അതായിരുന്നു. ഈശോയെ ശുശ്രൂഷിക്കുക, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്ത് മുഴുകി ആത്മാർത്ഥതയോടെ അവൾ ചെയ്തത് അവളും നല്ല ഭാഗം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായി മാറുമായിരുന്നു. പക്ഷേ അവൾ സഹോദരിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നെ സഹായിക്കാൻ വരുന്നില്ല, അവൾ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അവിടെയാണ് തെറ്റുപറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തമ്പുരാനെ സ്നേഹിക്കാൻ, തമ്പുരാനുള്ള ഭക്തി പുലർത്തുവാൻ നമുക്ക് നമ്മുടേതായ രീതികളും ശൈലികളുമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ മനോഭാവത്തിൽ അത് നല്ലതാണ്, നല്ല ഭാഗമാണ്. മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ശൈലിയിലേക്ക് മറ്റുള്ളവരെയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ മോശം ഭാഗം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായി മാറുകയാണ്. എപ്പോഴും നല്ല ഭാഗം തിരഞ്ഞെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.